തൃശൂർ ജില്ലയിലെ ഗ്രാമപഞ്ചായത്ത്, നഗരസഭ, കോർപ്പറേഷൻ വാർഡുകൾ പുനർവിഭജിച്ചുകൊണ്ടുള്ള കരട് വിജ്ഞാപനമിറങ്ങി. തൃശൂർ കോർപ്പറേഷനിൽ ഒരു ഡിവിഷൻ കൂടി. വാർഡ് പുനർനിർണയത്തിൽ CPM രാഷ്ട്രീയം കളിക്കുകയാണെന്ന് BJP ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് KK അനീഷ് കുമാർ. തൃശൂരിൽ തൃപ്രയാർ, ഇരിങ്ങാലക്കുട, കൊടുങ്ങല്ലൂർ റൂട്ടിലോടുന്ന സ്വകാര്യ ബസ്സുകളുടെ പണിമുടക്ക് പിൻവലിച്ചു. ജില്ലാ കളക്ടറുമായി നടത്തിയ ചർച്ചയെ തുടർന്നാണ് പണിമുടക്ക് പിൻവലിച്ചത്. തിരുവല്ലാമലയിൽ ഓട്ടോറിക്ഷ മറിഞ്ഞ് 4ാം ക്ലാസ് വിദ്യാർത്ഥിനി മരിച്ചു. പാറമേൽപ്പടി സ്വദേശിനി നേഹയാണ് മരിച്ചത്. ഇരിങ്ങാലക്കുട ചേലൂരിൽ ഇരുചക്ര വാഹനങ്ങൾ കൂട്ടിയിടിച്ച് 2 പേർ മരിച്ചു. പാറമ്പാടത്ത് അയ്യപ്പ ഭക്തർ സഞ്ചരിച്ച മിനി ബസ് നിയന്ത്രണം വിട്ട് മറിഞ്ഞ് 2 പേർക്ക് പരിക്ക്. പറപ്പൂക്കരയിൽ KLDC കനാൽ ശുചീകരണത്തിനെത്തിയവർ തെങ്ങിന്റെ പട്ടകൾ വെട്ടി നശിപ്പിച്ചു. ബണ്ടിന് സംരക്ഷണം നൽകാൻ വെച്ച 200ഓളം ഹൈബ്രിഡ് തെങ്ങുകളുടെ പട്ടകളാണ് വെട്ടിമാറ്റിയത്. എളവള്ളിയിലും കുന്നംകുളത്തും കടന്നലാക്രമണത്തിൽ 12 പേർക്ക് പരിക്കേറ്റു. ഒരാളുടെ നില ഗുരുതരം. തൃശൂർ പൂരം കലക്കലിൽ കൊച്ചിൻ ദേവസ്വം ബോർഡ് ഹൈക്കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചു. തിരുവമ്പാടിക്കും പോലീസിനും റിപ്പോർട്ടിൽ വിമർശനം. പൂരം നടത്തിപ്പിന് ഉന്നതാധികാര സമിതി വേണമെന്ന് കൊച്ചിൻ ദേവസ്വം ബോർഡ്. നമസ്കാരം. വാർത്തകൾ വിശദമായി. തൃശൂർ ജില്ലയിലെ ഗ്രാമപഞ്ചായത്ത്, നഗരസഭ, കോർപ്പറേഷൻ വാർഡുകൾ പുനർവിഭജിച്ചുകൊണ്ടുള്ള കരട് വിജ്ഞാപനമിറങ്ങി. കരട് വിജ്ഞാപനം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ഗ്രാമകേന്ദ്രങ്ങൾ, വില്ലേജ് ഓഫീസുകൾ, വായനശാലകൾ, അക്ഷയ കേന്ദ്രങ്ങൾ, റേഷൻ കടകൾ, വാർത്താ ബോർഡുകൾ എന്നിവിടങ്ങളിൽ പ്രസിദ്ധപ്പെടുത്തി. വാർഡുകളുടെ അതിർത്തികളും ജനസംഖ്യാ ഭൂപടവുമാണ് കരട് വിജ്ഞാപനത്തോടൊപ്പമുള്ളത്. ഡിസംബർ 3 വരെ കരട് വിജ്ഞാപനം സംബന്ധിച്ച ആക്ഷേപങ്ങളും അഭിപ്രായങ്ങളും സമർപ്പിക്കാം. അതേസമയം വിജ്ഞാപനം വന്നതോടെ തൃശൂർ കോർപ്പറേഷനിൽ ഡിവിഷനുകളുടെ എണ്ണം 56 ആയി. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ വാർഡ് പുനർനിർണയത്തിൽ CPM രാഷ്ട്രീയം കളിക്കുകയാണെന്ന് BJP ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് KK അനീഷ് കുമാർ. ഭൂമിശാസ്ത്രപരമായ അതിരുകളും പ്രത്യേകതകളും പരിഗണിക്കാതെ വാർഡുകളും ഡിവിഷനുകളും തീർത്തും അശാസ്ത്രീയമായി CPMന്റെ രാഷ്ട്രീയ താൽപര്യം മാത്രം നോക്കി വെട്ടിമുറിച്ചിരിക്കുകയാണെന്ന് അനീഷ് കുമാർ പറഞ്ഞു. പരാതികൾ പരിഹരിക്കാൻ നടപടിയുണ്ടായില്ലെങ്കിൽ BJP നീതി തേടി ഹൈക്കോടതിയെയും തെരഞ്ഞെടുപ്പ് കമ്മീഷനെയും സമീപിക്കുമെന്ന് അനീഷ് കുമാർ അറിയിച്ചു. തൃശൂർ ശക്തൻ സ്റ്റാൻഡിൽ ഒരു വിഭാഗം സ്വകാര്യ ബസ് ജീവനക്കാർ നടത്തിയ പണിമുടക്ക് പിൻവലിച്ചു. ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യനുമായി കളക്ടറേറ്റിൽ നടത്തിയ ചർച്ചയിലാണ് തീരുമാനം. ബസ്സുടമ തൊഴിലാളി സംഘടനാ പ്രതിനിധികൾ, പോലീസ്, RTO ഉദ്യോഗസ്ഥർ എന്നിവർ ചർച്ചയിൽ പങ്കെടുത്തു. ശക്തൻ സ്റ്റാൻഡിലെ ഗതാഗത പരിഷ്കാരത്തിൽ പ്രതിഷേധിച്ചാണ് തിങ്കളാഴ്ച ഉച്ച മുതൽ തൃശൂർ, തൃപ്രയാർ, കൊടുങ്ങല്ലൂർ, മാള, ഇരിങ്ങാലക്കുട, കാട്ടൂർ റൂട്ടുകളിൽ സർവീസ് നടത്തുന്ന സ്വകാര്യ ബസ്സുകൾ പണിമുടക്കിയത്. ഈ റൂട്ടുകളിലെ ബസ്സുകൾക്ക് ട്രാക്ക് അനുവദിക്കാമെന്ന ഉറപ്പിന്മേലാണ് സമരം പിൻവലിച്ചത്. അതേസമയം ശക്തൻ സ്റ്റാൻഡിലെ ഗതാഗത പരിഷ്കാരം നേരിട്ട് വിലയിരുത്താനും ബസ് ഉടമകളുടെയും ജീവനക്കാരുടെയും പ്രശ്നങ്ങൾ മനസ്സിലാക്കാനും തൃശൂർ ACP സലീഷ് N ശങ്കറും തഹസിൽദാർ ജയശ്രീയും എത്തിയിരുന്നു. തിരുവല്ലാമലയിൽ ഓട്ടോറിക്ഷ മറിഞ്ഞ് 4ാം ക്ലാസ് വിദ്യാർത്ഥിനി മരിച്ചു. പാറമേൽപ്പടി അരിമൻകുണ്ടിൽ കാഞ്ഞങ്ങാട്ടിൽ നന്ദകുമാറിന്റെ മകൾ 9 വയസ്സുള്ള നേഹയാണ് മരിച്ചത്. തിരുവല്ലാമല ന്യൂ ക്രൈസ്റ്റ് ലൈഫ് സ്കൂളിലെ വിദ്യാർത്ഥിനിയാണ്. സ്കൂൾ വിട്ട് ഓട്ടോയിൽ പോകുന്നതിനിടെ സ്കൂൾ ഗേറ്റിന് മുൻപിൽ വെച്ചായിരുന്നു അപകടം. ഓട്ടോറിക്ഷയുടെ ഹാൻഡിൽ സ്റ്റക്കായതാണ് അപകടത്തിന് കാരണമെന്ന് പറയുന്നു. ഓട്ടോറിക്ഷയുടെ സൈഡിൽ ഇരിക്കുകയായിരുന്ന കുട്ടി നിയന്ത്രണം വിട്ട ഓട്ടോയിൽ നിന്നും വീഴുകയും കുട്ടിയുടെ ദേഹത്തേക്ക് ഓട്ടോറിക്ഷ മറിയുകയുമായിരുന്നു. ഉടൻ തന്നെ പിറകിൽ വന്നിരുന്ന പോലീസ് ജീപ്പിൽ പഴയന്നൂർ വടക്കത്തറ ഗവൺമെന്റ് ആശുപത്രിയിൽ കുട്ടിയെ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. കുട്ടിയുടെ ചെറിയച്ഛനാണ് ഓട്ടോറിക്ഷ ഓടിച്ചിരുന്നത്. ഇരിങ്ങാലക്കുട ചേലൂർ സെന്റ് മേരീസ് LP സ്കൂളിന് സമീപം ബൈക്കുകൾ കൂട്ടിയിടിച്ച് 2 പേർ മരിച്ചു. ഒരാൾക്ക് പരിക്കേറ്റു. മതിലകം സ്വദേശി പോണടി വീട്ടിൽ സത്താർ, പെരിഞ്ഞനം കുറ്റിലക്കടവ് സ്വദേശി പഴമ്പള്ളി വീട്ടിൽ അനിൽകുമാർ എന്നിവരാണ് മരിച്ചത്. മതിലകം വഞ്ചിപ്പുറ സ്വദേശി ഗോഡ്സനാണ് പരിക്കേറ്റത്. അനിൽകുമാർ സംഭവസ്ഥലത്തും സത്താർ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിലുമാണ് മരിച്ചത്. ഗുരുതരമായി പരിക്കേറ്റ ഗോഡ്സൺ എലൈറ്റ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. കാട്ടൂർ പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. കുന്നംകുളം പാറയമ്പാടത്ത് അയ്യപ്പ ഭക്തർ സഞ്ചരിച്ച മിനി ബസ് നിയന്ത്രണം വിട്ട് മറിഞ്ഞ് 2 പേർക്ക് പരിക്കേറ്റു. പെരുമ്പിലാവ് ഭാഗത്തുനിന്നും ഗുരുവായൂർ ഭാഗത്തേക്ക് പോയിരുന്ന കർണാടക സ്വദേശികൾ സഞ്ചരിച്ച മിനി ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. അപകട സമയത്ത് ബസ്സിൽ 20ഓളം അയ്യപ്പ ഭക്തർ ഉണ്ടായിരുന്നു. അപകട വിവരമറിഞ്ഞ് കുന്നംകുളം പോലീസും ഫയർഫോഴ്സും സ്ഥലത്തെത്തിയിരുന്നു. പറപ്പൂക്കരയിൽ KLDC കനാൽ ശുചീകരണത്തിനെത്തിയവർ തെങ്ങിന്റെ പട്ടകൾ വെട്ടി നശിപ്പിച്ചതായി പരാതി. ബണ്ടിന് സംരക്ഷണം നൽകാൻ വെച്ച 200ഓളം ഹൈബ്രിഡ് തെങ്ങുകളുടെ പട്ടകളാണ് വെട്ടിമാറ്റിയത്. നെടുമ്പാൾ പറപ്പൂക്കര പാടശേഖരത്തിന്റെ കനാൽ ബണ്ടിൽ
കർഷകർ നട്ടുവളർത്തിയ ഹൈബ്രിഡ് തെങ്ങിന്റെ പട്ടകളാണ് വെട്ടിമാറ്റിയത്. കനാലിലെ ചണ്ടി നീക്കം ചെയ്യുന്നതിന്റെ ഭാഗമായി കനാൽ ബണ്ടിലൂടെ ഹിറ്റാച്ചി പ്രവർത്തിക്കുന്നതിനായാണ് തെങ്ങിന്റെ പട്ടകൾ വെട്ടി നശിപ്പിച്ചത്. വിവരമറിഞ്ഞ് കർഷകർ എത്തുമ്പോഴേക്കും 200ഓളം തെങ്ങിൻ പട്ടകൾ വെട്ടിമാറ്റിയതായി കർഷകർ പറയുന്നു. ഹിറ്റാച്ചി ബണ്ടുമ്മക്കോറ ഓടിച്ച് ബണ്ട് നാശമാക്കുന്ന വിധം ബണ്ടുമ്മക്കോറ ഓടിച്ചു കഴിഞ്ഞിട്ട് ചൊട്ടിയിട്ട തെങ്ങ്, അതായത് കായ്ച്ചു തുടങ്ങിയ തെങ്ങ്, ചൊട്ടിയിട്ട തെങ്ങിന്റെ 60% പട്ടപ്പുള്ളായിട്ട് വളരെ ക്രൂരമായി വെട്ടി നശിപ്പിച്ചേക്കാണ്. ഇവിടുത്തെ കർഷകരുടെ പ്രതിഷേധത്തെ വകവെക്കാതെ 200-ൽ പരം തെങ്ങുകളാണ് അവർ നശിപ്പിച്ചേക്കുന്നത്. പറപ്പൂക്കര പഞ്ചായത്ത് 2021 തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി KLDC ബണ്ടിന് സംരക്ഷണം എന്ന നിലയിലും കർഷകർക്ക് വരുമാനമെന്ന രീതിയിലുമാണ് ഇവിടെ തെങ്ങുകൾ വെച്ചുപിടിപ്പിച്ചത്. ഹൈബ്രിഡ് കുള്ളൻ എന്ന വിഭാഗമാണ് ഈ തെങ്ങുകൾ. KLDC കനാലിന്റെ നീരൊഴുക്ക് സുഗമമാക്കാൻ വർഷം തോറും വലിയ ജങ്കാറിൽ ഹിറ്റാച്ചി ഇറക്കി കനാലിൽ നിന്ന് ചണ്ടി നീക്കം ചെയ്യാറുണ്ട്. എന്നാൽ ഇത്തവണ കനാൽ ബണ്ടിലൂടെ ഹിറ്റാച്ചി കൊണ്ടുവന്ന് ജോലി എളുപ്പമാക്കുന്നതിന് വേണ്ടിയാണ് തെങ്ങിൻ പട്ടകൾ വെട്ടിമാറ്റിയതെന്ന് കർഷകർ പറയുന്നു. ഈ JCBയുടെ കൊമ്പ് കറക്കണില്ല എന്ന് പറഞ്ഞാൽ അവർ വെട്ടാണ്, ഞങ്ങൾ പറഞ്ഞിട്ട് അവർ നിർത്തണില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ വന്ന് നോക്കിയപ്പോൾ അവര് ഏകദേശം ഒരു 100-200 തെങ്ങോളം അവർ വെട്ടിയായിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞിട്ട് ഇപ്പോൾ അവര് അന്ന് അവിടെ പണി അവിടെ വെച്ച് നിർത്തുകയാണ് ചെയ്തത്. പിന്നെ വെട്ടല് ഇനി ഞങ്ങൾ വെട്ടില്ല എന്ന് പറഞ്ഞവര് വെട്ടല് അവിടെ വെച്ച് നിർത്തുകയാണ് ചെയ്തത്. ഇത് ഒരുപാട് നഷ്ടം പടവുകാർക്കും കർഷകർക്കും ഒരുപാട് വിഷമം ഉണ്ടാകുന്ന ഒരു സാഹചര്യമാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. ഈ തെങ്ങിന്റെ എല്ലാ പട്ടകളും വെട്ടി നശിപ്പിച്ചേക്കാണ്. ഞങ്ങൾക്ക് ഇത് ഇറിഗേഷന്റെ എഞ്ചിനീയർ പറഞ്ഞിട്ട് വെട്ടിയതാന്ന് പറഞ്ഞു. ഞാൻ സാറിനോട് ചോദിച്ചു, സാറ് എന്ത് അതിക്രമമാണ് ഈ കാണിച്ചത്? ഒരു കർഷകൻ എന്ന നിലയിലല്ല, ഇവിടെ കേരളത്തിൽ ജനിച്ച് ഊണ് കഴിച്ച് വളരുന്ന ഒരു മനുഷ്യനും ചെയ്യാൻ പറ്റാത്ത പ്രക്രിയയാണ് അവിടെ ചെയ്തു വെച്ചത്. അതായത് 60% ചൊട്ട വന്ന് നിൽക്കുന്ന തെങ്ങിന്റെ പട്ട മുഴുവനായി വെട്ടിക്കളഞ്ഞു. ഇനി അതിൽ ബാക്കി കൂമ്പ് മാത്രമേ ഉള്ളൂ. മാസങ്ങളോളമുള്ള കർഷകരുടെ അധ്വാനത്തിന് യാതൊരു വിലയും കൊടുക്കാതെയുള്ള നടപടി ന്യായീകരിക്കാനാകില്ലെന്ന നിലപാടിലാണ് കർഷകർ. സംഭവത്തിൽ കർഷകർ കൃഷി ഓഫീസർക്ക് പരാതി നൽകി. കർഷകരുടെ കടുത്ത പ്രതിഷേധം മൂലം താൽക്കാലികമായി ചണ്ടി നീക്കം ചെയ്യുന്ന ജോലികൾ നിർത്തിവെച്ചു. TC വിനോസ്, പുതുക്കാട്. കുന്നംകുളത്ത് കടന്നൽ ആക്രമണത്തിൽ 5 പേർക്ക് കുത്തേറ്റു. ഒരാളുടെ നില ഗുരുതരം. ഫീൽഡ് നഗർ സ്വദേശികളായ റോയ്, സുമൻ രാജ്, ധർമ്മപാലൻ തുടങ്ങിയ 5 പേർക്കാണ് കടന്നൽ കുത്തേറ്റത്. കടന്നൽ ആക്രമണത്തിൽ സാരമായി പരിക്കേറ്റ റോയിയെ കുന്നംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സ്വകാര്യ വ്യക്തിയുടെ പറമ്പിലെ തെങ്ങിലാണ് കൂറ്റൻ കടന്നൽ കൂടുള്ളത്. വാർഡ് കൌൺസിലർമാരായ ബീന രവി, സന്ദീപ് ചന്ദ്രൻ എന്നിവർ കുന്നംകുളം അഗ്നിരക്ഷാസേനയെ വിവരം അറിയിച്ചതിനെ തുടർന്ന് സിവിൽ ഡിഫൻസ് അംഗം രാജൻ പെരുമ്പിലാവ് സ്ഥലത്തെത്തി പരിശോധന നടത്തി. എളവള്ളിയിൽ 7 തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് കടന്നൽ കുത്തേറ്റു. സാരമായി പരിക്കേറ്റ ചിറ്റാട് രാമചന്ദ്രൻ മകൾ തങ്കമണി, ഓവാട്ട് പ്രേമൻ ഭാര്യ തങ്കമണി എന്നിവരെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും ചേന്നങ്കര ഉണ്ണികൃഷ്ണൻ ഭാര്യ ശർമിളയെ ഒളരി മദർ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. പരിക്കേറ്റ മറ്റ് 4 പേർക്ക് എളവള്ളി കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ പ്രാഥമിക ചികിത്സ നൽകി. ബ്രഹ്മകുളം ചിറയത്ത് ജോസ്ഫിനയുടെ പറമ്പിൽ കൃഷിപ്പണി ചെയ്യുമ്പോഴാണ് കടന്നൽ കുത്തേറ്റത്. എളവള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് ജിയോ ഫോക്സ്, തൊഴിലുറപ്പ് അക്രഡിറ്റഡ് എഞ്ചിനീയർ ദീജ ദേവദാസ്, ജനപ്രതിനിധികളായ TC മോഹനൻ, ശ്രീപിത ഷാജി എന്നിവർ തൊഴിലാളികളെ സന്ദർശിച്ചു. തൃശൂർ പൂരം കലക്കലിൽ കൊച്ചിൻ ദേവസ്വം ബോർഡ് ഹൈക്കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചു. റിപ്പോർട്ടിൽ തിരുവമ്പാടിക്കും പോലീസിനും വിമർശനം. BJPയെ സഹായിക്കുന്ന നിലപാട് തിരുവമ്പാടി ദേവസ്വത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായെന്ന് സംശയിക്കുന്നുവെന്ന് റിപ്പോർട്ടിൽ പരാമർശമുണ്ട്. പൂരം അലങ്കോലമായെന്ന് സുരേഷ് ഗോപി പ്രചരിപ്പിച്ചെന്നും പോലീസിന്റെ നിയന്ത്രണം ജനങ്ങളെ ബുദ്ധിമുട്ടിച്ചെന്നും റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടി. പൂരം നടത്തിപ്പിന് ഉന്നതാധികാര സമിതി വേണമെന്നും കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ റിപ്പോർട്ടിൽ ആവശ്യപ്പെട്ടു. അതേസമയം തൃശൂർ പൂരം കലക്കലുമായി ബന്ധപ്പെട്ട് സർക്കാർ പ്രഖ്യാപിച്ച ത്രിതല അന്വേഷണം പുരോഗമിക്കുകയാണ്. തൃശൂർ കുന്നംകുളം റോഡിന്റെ ശോചനീയാവസ്ഥ മൂലം ഗതാഗതക്കുരുക്കുണ്ടായാൽ കേരള സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് പ്രൊജക്ട് ഉദ്യോഗസ്ഥർ ഉത്തരവാദികളായിരിക്കുമെന്ന് ഹൈക്കോടതി. തൃശൂർ കുന്നംകുളം റോഡിന്റെ ടെൻഡർ നടപടികൾ അടിയന്തരമായി പൂർത്തീകരിക്കുന്നതിനും റോഡിന്റെ ശോചനീയാവസ്ഥയ്ക്ക് പരിഹാരം കാണണമെന്നും ആവശ്യപ്പെട്ട് KPCC സെക്രട്ടറി അഡ്വക്കേറ്റ് ഷാജി ജെ കോടങ്കണ്ടത്ത് നൽകിയ ഹർജിയിലാണ് ഹൈക്കോടതി ജസ്റ്റിസ് VG അരുൺ ഉത്തരവിട്ടത്. റോഡിന്റെ പുനരുദ്ധാരണ പണികളുടെ ടെൻഡർ പൂർത്തിയാക്കിയെന്നും ഈ മാസം 25-ാം തീയതിക്കുള്ളിൽ പണികൾ പൂർത്തിയാക്കുമെന്നും സർക്കാർ ഹൈക്കോടതിയിൽ വ്യക്തമാക്കി. സംസ്ഥാന വ്യാപകമായി റേഷൻ വ്യാപാരികൾ കടകൾ അടച്ച് പ്രതിഷേധിച്ചു. ഓണം ഓണറേറിയം, വേതന കുടിശ്ശിക, കിറ്റ് കമ്മീഷൻ എന്നിവയിലെ കുടിശ്ശിക ഉടൻ ലഭ്യമാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് റേഷൻ വ്യാപാരികൾ കടകൾ അടച്ച് സമരം ചെയ്തത്.
റേഷൻ ഡീലേഴ്സ് കോർഡിനേഷൻ സംസ്ഥാന കമ്മിറ്റിയുടെ ആഹ്വാനപ്രകാരമാണ് റേഷൻ കടകൾ അടച്ച് പ്രതിഷേധിച്ചത്. റേഷൻ ഡീലേഴ്സ് കോർഡിനേഷൻ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ തൃശൂർ താലൂക്ക് സപ്ലൈ ഓഫീസിന് മുന്നിൽ ധർണ നടത്തി. പ്രതിഷേധ ധർണ പി. ബാലചന്ദ്രൻ MLA ഉദ്ഘാടനം ചെയ്തു. കോർഡിനേഷൻ കമ്മിറ്റി താലൂക്ക് കൺവീനർ MG രാമാനുജൻ അധ്യക്ഷനായി. ചെയർമാൻ ഫ്രാൻസിസ് ചെമ്മണ്ണൂർ, വൈസ് ചെയർമാൻ അലക്സ് M. ജോർജ്, കേരള റേഷൻ എംപ്ലോയീസ് യൂണിയൻ താലൂക്ക് സെക്രട്ടറി CR ദേവസി, വിവിധ സംഘടനാ ഭാരവാഹികളായ KD രാജൻ, CR ഫ്രാൻസിസ്, നാരായണൻകുട്ടി, ഷാജു തുടങ്ങിയവർ പങ്കെടുത്തു. നാടിനെ വിറപ്പിക്കുന്ന കുറുവ മോഷണ സംഘത്തിന്റെ സാന്നിധ്യം സമീപ ജില്ലകളിൽ സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ തൃശൂർ ജില്ലയിലും പോലീസ് നിരീക്ഷണം ശക്തമാക്കി. കഴിഞ്ഞ വർഷം കുറുവ സംഘം തുടർച്ചയായി കവർച്ച നടത്തുകയും പിന്നീട് പിടിയിലാവുകയും ചെയ്ത കൊടുങ്ങല്ലൂർ മതിലകം മേഖല കേന്ദ്രീകരിച്ചാണ് പോലീസ് നിരീക്ഷണം നടത്തുന്നത്. മോഷണ പരമ്പരകൾക്കൊടുവിൽ ഒരു സ്ത്രീ ഉൾപ്പെടെ 3 പേരാണ് പിടിയിലായത്. പോലീസ് തുടരന്വേഷണം നടത്തിയെങ്കിലും അതിനകം കവർച്ചാ സംഘത്തിലെ മറ്റുള്ളവർ ഒളിവിൽ പോയിരുന്നു. അടുത്തിടെ മധ്യ കേരളത്തിൽ കുറുവ സംഘം തമ്പടിച്ചതായ വ്യക്തമായ സാഹചര്യത്തിൽ തീരപ്രദേശത്തും ആശങ്ക ഉടലെടുത്തിട്ടുണ്ട്. പച്ചമരുന്ന് കച്ചവടം, ആക്രി പെറുക്കൽ, ഭിക്ഷാടനം തുടങ്ങിയവയുടെ മറവിലാണ് കുറുവ സംഘം തമ്പടിക്കാറുള്ളത്. കുറ്റകൃത്യങ്ങളൊന്നും ചെയ്യാതെ തൊഴിൽ ചെയ്ത് കഴിയുന്ന ഇതര സംസ്ഥാന സംഘങ്ങളിൽ നുഴഞ്ഞു കയറിയും കവർച്ചക്കാർ ഒളിച്ചു കഴിയാറുണ്ട്. അതുകൊണ്ട് തന്നെ കുറ്റവാളികളെ കണ്ടെത്തുക ശ്രമകരമാണ്. പുതിയ സാഹചര്യത്തിൽ പോലീസ് രാത്രികാല പട്രോളിംഗ് ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങളുമായി നിരീക്ഷണം കർശനമാക്കിയിരിക്കുകയാണ്. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിക്കെതിരെ സമൂഹ മാധ്യമത്തിൽ ലൈംഗിക പരാമർശം നടത്തിയ ആൾ റിമാൻഡിൽ. ഇടുക്കി ശാന്തൻപാറ, വട്ടപ്പാറ, പോട്ടയിൽ ജോയ് ജോർജിനെയാണ് പീച്ചി പോലീസ് അറസ്റ്റ് ചെയ്തത്. സമൂഹ മാധ്യമത്തിൽ പോസ്റ്റ് ചെയ്ത ഫോട്ടോയ്ക്ക് താഴെ ഇയാൾ അശ്ലീല കമന്റ് ഇടുകയായിരുന്നു. പോക്സോ, IT ആക്ട്, സ്ത്രീകൾക്കെതിരെ അപകീർത്തി പരാമർശം എന്നീ വകുപ്പുകൾ പ്രകാരമാണ് അറസ്റ്റ് ചെയ്തത്. എടത്തിരുത്തി ഏറാക്കലിൽ വീണ്ടും പൈപ്പ് പൊട്ടിയതിനെ തുടർന്ന് തീരദേശത്തെ 10 പഞ്ചായത്തുകളിൽ കുടിവെള്ള വിതരണം മുടങ്ങി. ഏങ്ങണ്ടിയൂർ മുതൽ SN പുരം വരെയുള്ള പഞ്ചായത്തുകളിലേക്കുള്ള കുടിവെള്ള വിതരണ ശൃംഖലയിലെ 700 mm പ്രിമോ പൈപ്പ് ലൈനാണ് പൊട്ടിയത്. മറ്റൊരിടത്ത് ചോർച്ചയടയ്ക്കുന്നതിനായി തിങ്കളാഴ്ച പമ്പിംഗ് നിർത്തിവെച്ച് പണി പൂർത്തിയാക്കിയ ശേഷം രാത്രി 10 മണിയോടെ പുനരാരംഭിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് പൈപ്പ് പൊട്ടിയത്. വൻതോതിൽ വെള്ളം ചോരുന്നതിനാൽ പമ്പിംഗ് വീണ്ടും നിർത്തിവച്ചിരിക്കുകയാണ്. അടിക്കടി പൈപ്പ് പൊട്ടി കുടിവെള്ളം വിതരണം മുടങ്ങുന്നത് മൂലം തീരദേശത്തെ ജനങ്ങൾ ദുരിതത്തിലായിരിക്കുകയാണ്. ഏറാക്കൽ റോഡിലാണ് നിരന്തരം പൈപ്പ് പൊട്ടുന്നത്. ഇതുവഴിയുള്ള ഗതാഗതവും തടസ്സപ്പെട്ടിരിക്കുകയാണ്. വിനോദസഞ്ചാരികളെ ആകർഷിച്ച് പീച്ചിയിലെ കുട്ടവഞ്ചി സവാരി. വനം നടത്തവും ഡാമിലൂടെയുള്ള സവാരിയും സഞ്ചാരികൾക്ക് അവിസ്മരണീയ അനുഭവമാണ് സമ്മാനിക്കുന്നത്. ആകാശത്തിന് താഴെ വെള്ളപ്പരപ്പിൽ ഇളം കാറ്റിന്റെ കുളിർമയിൽ എല്ലാം മറന്ന് പ്രകൃതിയെ അറിഞ്ഞ് അവ ആസ്വദിച്ച് ഒരു ഉല്ലാസയാത്ര. അതാണ് പീച്ചി ഡാമിൽ പുതിയതായി ആരംഭിച്ച കുട്ടവഞ്ചി സവാരി. പച്ചപ്പരവതാനി വിരിച്ച പ്രകൃതിയുടെ മടിത്തട്ടിലെ ഓളപ്പരപ്പിൽ അല്പനേരം ഒഴുകി നടക്കാം. പ്രകൃതിയെ തൊട്ടറിഞ്ഞ് ദൂരെ നിന്ന് മാത്രം കണ്ടാസ്വദിച്ച ഡാമിനുള്ളിലൂടെ യാത്ര ചെയ്യാം. വനം വകുപ്പിന് കീഴിൽ പീച്ചി വനവികസന ഏജൻസിയുടെ നേതൃത്വത്തിലാണ് കുട്ടവഞ്ചി സവാരി ആരംഭിച്ചത്. വിനോദസഞ്ചാരത്തിലൂടെ പീച്ചിയുടെയും പരിസര പ്രദേശങ്ങളുടെയും അനന്തമായ വികസന സാധ്യതകളെ കൂടി തൊട്ടുണർത്തുന്നതാണ് കുട്ടവഞ്ചി സവാരി. വെള്ളവുമായി തൊടാൻ പറ്റുന്ന ഒരു അവസരം വേണം. അത് കണ്ടുകൊണ്ടാണ് ഇങ്ങനെ മനോഹരമായിട്ടുള്ള കുട്ടവഞ്ചി സവാരി നമ്മൾ തയ്യാറാക്കിയിട്ടുള്ളത്. എന്നാൽ അതോടൊപ്പം തന്നെ സോളാർ ബോട്ട്, വെള്ളത്തിന് ഏതെങ്കിലും വിധത്തിലുള്ള മാലിന്യം ഇല്ലാതിരിക്കാൻ ഒരു ബോട്ടിംഗ് സൗകര്യം, ഒരു അനുഭവം കൂടി ഇവിടെ ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ ആലോചിച്ചിട്ടുണ്ട്. വളരെ മനോഹരമായിട്ടുള്ള ട്രക്കിംഗ് കൂടി അറേഞ്ച് ചെയ്തിട്ടുണ്ട്. കാടിൻ്റെ സൗന്ദര്യം കാണാൻ ആഗ്രഹിക്കുന്നവർക്ക് കാട് കാണാൻ നല്ല അവസരമാണ് ഇവിടെ വനം വകുപ്പ് തയ്യാറാക്കിയിട്ടുള്ളത്. എന്ന് മാത്രമല്ല, പീച്ചിയിലൂടെ കടന്നു പോകുന്ന പുത്തൂരിൽ നിന്ന് ആരംഭിച്ച് ഒരപ്പംകെട്ട് വരെ നീണ്ടു നിൽക്കുന്ന മനോഹരമായിട്ടുള്ളൊരു ടൂറിസ്റ്റ് കോറിഡോറിൻ്റെ ഭാഗം കൂടിയായിരിക്കും പീച്ചിയിലെ ഈ മനോഹാരിത. ഒരുപാട് പേർ എത്തിച്ചേരും എന്ന പ്രതീക്ഷയാണ് ഞങ്ങൾക്കുള്ളത്. പീച്ചി വനത്തിൽ ശീതൾ ഭാഗത്തു നിന്നും ആരംഭിച്ച് വള്ളിക്കയം വരെ വനയാത്രയും തുടർന്ന് വള്ളിക്കയത്ത് കുട്ടവഞ്ചി സവാരിയുമാണ് ഒരുക്കിയിട്ടുള്ളത്. ഒരേ സമയം 4 പേർക്ക് സഞ്ചരിക്കാൻ കഴിയുന്ന കുട്ടവഞ്ചി യാത്രയുടെ നിരക്ക് 400 രൂപയാണ്. 20 മിനിറ്റായിരിക്കും യാത്രയുടെ ദൈർഘ്യം.
നിലവിൽ 4 കുട്ടവഞ്ചികളാണ് ഇവിടെയുള്ളത്. ലൈഫ് ജാക്കറ്റോട് കൂടിയ സുരക്ഷിത യാത്രയിൽ പ്രത്യേക പരിശീലനം നേടിയ വിദഗ്ധരായ തുഴച്ചിലുകാരാണ് കുട്ടവഞ്ചി നിയന്ത്രിക്കുന്നത്. പരിശീലനം എന്ന് പറഞ്ഞാൽ നമ്മൾ 2 കിലോമീറ്റർ 40 മിനിറ്റാണ് നമ്മൾ പോയിക്കൊണ്ടിരുന്നത്. പിന്നെ 15 ദിവസം ചിമ്മിണിയിൽ നിന്ന് വന്ന ട്രെയിനിങ് ഉണ്ടായിരുന്നു. 4 പേരെ നിർത്തി ഡ്രൈവർ അടക്കം കയറി നിന്ന് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കാറ്റുണ്ട്. അപ്പോൾ അതൊക്കെ വളരെയധികം ശ്രദ്ധിച്ച് നമ്മൾ പോകണം. യാത്രക്കാർ ഇപ്പോൾ ശനി ഞായറൊക്കെ നല്ല ആളായിരുന്നു. ആരംഭിച്ച ദിവസങ്ങൾക്കുള്ളിൽ തന്നെ നിരവധി പേരാണ് ഇവിടേക്ക് എത്തുന്നത്. കുട്ടവഞ്ചി ടൂറിസത്തോടെ പീച്ചിയിലേക്ക് കൂടുതൽ സഞ്ചാരികളെ ആകർഷിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പീച്ചി മാറുകയാണ്, പീച്ചിയുടെ മുഖച്ഛായ മാറുകയാണ്. വിനോദസഞ്ചാര മേഖലയുടെ അല്ലെങ്കിൽ വികസനത്തിൻ്റെ പരമാവധി സാധ്യതകൾ പ്രയോജനപ്പെടുത്തിക്കൊണ്ടാണ് ഇപ്പോൾ കുട്ടവഞ്ചി സവാരി ആരംഭിച്ചിരിക്കുന്നത്. ഇത് ജില്ലയുടെ വിനോദസഞ്ചാര മേഖലയ്ക്കും വലിയ മുതൽക്കൂട്ടാകുമെന്ന പ്രതീക്ഷയാണുള്ളത്. പീച്ചിയിലെ കുട്ടവഞ്ചിയിൽ നിന്നും ക്യാമറമാൻമാരായ ആഷിഖ് വേലൂരിനും പ്രവീണിനുമൊപ്പം അഭിജിത്ത് തലച്ചിറ, TCV. പ്രശസ്ത പാചക വിദഗ്ധൻ തൃശൂർ സ്വദേശി കണ്ണൻ സ്വാമി എന്ന വെളപ്പായ കണ്ണൻ അന്തരിച്ചു. 52 വയസ്സായിരുന്നു. പാചകരംഗത്ത് വേറിട്ട വ്യക്തിത്വമായിരുന്നു കണ്ണൻ സ്വാമി. ഓണത്തിന് കണ്ണൻ സ്വാമി തയ്യാറാക്കുന്ന രുചി വൈവിധ്യങ്ങളുടെ സദ്യയ്ക്ക് വൻ ഡിമാൻഡായിരുന്നു. പാരമ്പര്യ മൂല്യങ്ങളും ആധുനിക സാങ്കേതിക വിദ്യയും സമന്വയിപ്പിച്ച് പാചകകലയെ തന്റേതായ വ്യക്തിത്വം സൃഷ്ടിച്ച വ്യക്തിയായിരുന്നു കണ്ണൻ സ്വാമി. സ്കൂൾ കലോത്സവങ്ങളിലും സദ്യയൊരുക്കിയിട്ടുണ്ട്. 2006, 2008, 2009 വർഷങ്ങളിൽ CBSE കലോത്സവത്തിന് ഭക്ഷണമൊരുക്കിയത് കണ്ണൻ സ്വാമിയുടെ നേതൃത്വത്തിലായിരുന്നു. ക്ഷേത്രാഘോഷങ്ങൾക്കും ഉല്ലൂർ പള്ളി തിരുനാളിനും ആയിരങ്ങൾക്ക് സദ്യയൊരുക്കിയിട്ടുണ്ട്. തൃശൂർ കോട്ടപ്പുറത്ത് കൃഷ്ണ കാറ്ററിംഗ് എന്ന പേരിൽ കാറ്ററിംഗ് സ്ഥാപനം നടത്തിയിരുന്നു. പാലട കണ്ണൻ എന്ന പേരിലും കണ്ണൻ സ്വാമി അറിയപ്പെട്ടിരുന്നു. സംസ്കാരം ബുധനാഴ്ച രാവിലെ 9-ന് MG റോഡിലെ ബ്രാഹ്മണസഭ ശ്മശാനത്തിൽ നടക്കും. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി സംസ്ഥാനത്തെ കർഷക പ്രതിനിധികളുമായി ചർച്ച നടത്തി. കാർഷിക രംഗത്തെ പ്രശ്നങ്ങളെ മുൻനിർത്തി നടത്തിയ ചർച്ചകളിൽ പ്രതീക്ഷയുണ്ടെന്ന് കർഷക സംഘടനാ നേതാക്കൾ അഭിപ്രായപ്പെട്ടു. കാർഷിക വളങ്ങളുടെ ലഭ്യത ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങളാണ് ചർച്ചയിൽ പ്രധാനമായും സംഘടനാ പ്രതിനിധികൾ ഉന്നയിച്ചത്. ജനിതക മാറ്റം വരുത്തിയ വിളകൾ ഭാവിയിൽ സൃഷ്ടിക്കാൻ പോകുന്ന പ്രശ്നങ്ങളും കർഷകർ ചർച്ചയിൽ സൂചിപ്പിച്ചു. കർഷകനും ചലച്ചിത്ര സംവിധായകനുമായ സത്യൻ അന്തിക്കാടിന്റെ വസതിയിൽ വെച്ചായിരുന്നു കൂടിക്കാഴ്ച. പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാകുമെന്ന പ്രതീക്ഷയുണ്ടെന്ന് ചർച്ചയ്ക്ക് ശേഷം കർഷക പ്രതിനിധികൾ മാധ്യമങ്ങളോട് പറഞ്ഞു. തുടർന്ന് വിയൂർ സ്വദേശികളായ സുധീഷ്, ശരണ്യ ദമ്പതികൾ PMAY പദ്ധതിയിൽ നിർമ്മിച്ച വീടിന്റെ താക്കോൽദാനം സുരേഷ് ഗോപി നിർവഹിച്ചു. പാവറട്ടി പഞ്ചായത്ത് 8-ാം വാർഡിലെ ചുക്കുബസാർ പെരിങ്ങാട് തീരദേശ മേഖലയിൽ ഉപ്പുവെള്ളം കയറി. ശക്തിയേറിയ വേലിയേറ്റത്തിൽ പുഴയോരത്തെ താഴ്ന്ന പ്രദേശത്തുകൂടി കയറിയ വെള്ളം പാടങ്ങളിലൂടെയും തോടുകളിലൂടെയും ഒഴുകി കൃഷിയിടങ്ങളിലേക്കും ജലസ്രോതസ്സുകളിലേക്കും പരക്കുകയാണ്. വേലിയിറക്ക സമയത്ത് തിരിച്ച് ഒഴുക്കിവിടാൻ കെട്ടിയ ചീപ്പുകളുടെ ഷട്ടറുകൾ ഊരിമാറ്റിയിരിക്കുകയാണ്. പുഴയോരങ്ങൾ ബണ്ട് കെട്ടി ഉയർത്തി ഉപ്പുവെള്ളം കടക്കുന്നത് തടയണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാർ പഞ്ചായത്തിൽ പരാതി നൽകി. ജനപ്രതിനിധികളും പഞ്ചായത്ത് സെക്രട്ടറിയും ഉദ്യോഗസ്ഥരും സ്ഥലം സന്ദർശിച്ച് സ്ഥിതിഗതികൾ വിലയിരുത്തി. ചെളിയും മണ്ണും നീക്കം ചെയ്ത് പുഴ ആഴം കൂട്ടലാണ് ഉപ്പുവെള്ളം കയറാതിരിക്കാനുള്ള പരിഹാരമെന്ന് മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് OJ ഷാജൻ പറഞ്ഞു. കൃത്യമായും ഈ പുഴയിലെ ചെളി കോരി മാറ്റാതെ പുഴയുടെ സ്വാഭാവികമായ ആഴം നിലനിർത്താൻ കഴിയുന്ന നടപടി ചെയ്യാതെ ഈ ഉപ്പുവെള്ളക്കയറ്റത്തിന് ഒരു പരിഹാരമാവുകയില്ല എന്ന് തന്നെയാണ് പറയാനുള്ളത്. എന്നാൽ ഈ മേഖല സംരക്ഷിത വനമേഖലയായി കരട് വിജ്ഞാപനം വന്നതിനാൽ ഒന്നും ചെയ്യാൻ കഴിയാത്ത സ്ഥിതിയാണ്. താൽക്കാലിക വളയം ബണ്ട് മഴക്കാലത്ത് പൊളിക്കുന്നതോടെ ഒഴുകിയെത്തുന്ന മണ്ണ് ഇടിയഞ്ചിറ റെഗുലേറ്റർ കടന്ന് പുഴയിലെത്തി അടിഞ്ഞുകൂടുകയാണ്. 2018 പ്രളയത്തിൽ വൻതോതിൽ ഒഴുകിയെത്തിയ ചെളിയും മണ്ണും കൂടിയായതോടെ പുഴ നികന്ന നിലയിലാണ്. മഴവെള്ളം സംഭരിക്കുന്നതിനോ വേലിയേറ്റ സമയത്തുണ്ടാകുന്ന ഉപ്പുവെള്ളം കരയിൽ കയറാതെ സംഭരിക്കുന്നതിനോ ഉള്ള ശേഷി ഇപ്പോൾ പുഴയ്ക്കില്ല. TCV ന്യൂസ്, പാവറട്ടി. വനിതാ കമ്മീഷൻ മെഗാ അദാലത്ത് തൃശൂരിൽ നടന്നു. കമ്മീഷൻ ചെയർപേഴ്സൺ P. സതീദേവിയുടെ അധ്യക്ഷതയിൽ ടൗൺ ഹാളിലാണ് മെഗാ അദാലത്ത് സംഘടിപ്പിച്ചത്. ആകെ 71 പരാതികളാണ് പരിഗണിച്ചത്. ഇതിൽ 25 പരാതികൾ പരിഹരിച്ചു. 4 പരാതികളിൽ റിപ്പോർട്ട് തേടിയപ്പോൾ ബാക്കിയുള്ളവ പരിഗണിക്കുന്നത് അടുത്ത സിറ്റിംഗിലേക്ക് മാറ്റിവെച്ചു. പുതിയ പരാതികളും സ്വീകരിച്ചു. കമ്മീഷൻ അംഗം ഇന്ദിര രവീന്ദ്രൻ, അഭിഭാഷകർ അടക്കമുള്ളവരാണ് പരാതികൾ നേരിട്ട് കേട്ടത്. ഒരെഴുത്തുകാരന്റെ 31 മലയാള പുസ്തകങ്ങൾ ഒരേ സമയം 31 സാഹിത്യ സാംസ്കാരിക പ്രവർത്തകർ പ്രകാശനം ചെയ്യുന്ന അപൂർവ ചടങ്ങിന് തൃശൂർ പ്രസ് ക്ലബ് MR
നായർ ഹാൾ വേദിയായി. തൃശൂർ സാംസ്കാരിക അക്കാദമിയുടെ നേതൃത്വത്തിലാണ് ശപത്ത് എന്ന തൂലിക നാമത്തിൽ എഴുതുന്ന ശങ്കരപ്പണിക്ക തുളസിദാസിന്റെ 31 പുസ്തകങ്ങൾ ഒരേ വേദിയിൽ പ്രകാശനം ചെയ്തത്. പുതിയ ആശയം സ്വീകരിക്കാനുള്ള കഴിവില്ലാതെ ഒരു സമൂഹം വളരുമ്പോഴാണ് ആ സമൂഹം യാഥാസ്ഥിതികമാകുന്നതെന്ന് പ്രകാശന സദസ്സിന്റെ ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് എഴുത്തുകാരൻ വൈശാഖൻ പറഞ്ഞു. രാഷ്ട്രീയ പ്രത്യയശാസ്ത്രമായാലും മതപ്രത്യയശാസ്ത്രമായാലും കാലാനുസൃതമായി നവീകരിക്കപ്പെടേണ്ടതുണ്ട്. അതേസമയം വിശുദ്ധമായ അതൃപ്തിയിൽ നിന്ന് ആരംഭിക്കുന്ന സർഗാത്മകത ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കുമെന്നും വൈശാഖൻ പറഞ്ഞു. 11 നോവലുകൾ, 14 കഥാസമാഹാരങ്ങൾ, 2 കുറ്റാന്വേഷണ കഥാസമാഹാരങ്ങൾ, 1 നാടകം, 3 ആത്മഭാഷണങ്ങളുടെ ശേഖരം എന്നിവയാണ് പ്രകാശനം ചെയ്തത്. കഥാകൃത്ത് VR സുധീഷ്, അഡ്വക്കേറ്റ് AD ബെന്നി, മുതിർന്ന മാധ്യമപ്രവർത്തകരായ മോഹൻദാസ് പാറപ്പുറത്ത്, രാജൻ എലവത്തൂർ, ഗ്രന്ഥകാരൻ ശപത്ത് തുടങ്ങിയവർ സംസാരിച്ചു. പുതിയ ബുള്ളറ്റിന്റെ തകരാർ പരിഹരിക്കാതെ വന്നപ്പോൾ കോടതി വഴി നീതി ലഭ്യമാക്കി ജോയ്. 10 വർഷം കേസ് നടത്തിയാണ് ജോയ്ക്ക് നീതി ലഭിച്ചത്. പുതുതായി വാങ്ങിയ റോയൽ എൻഫീൽഡ് ബുള്ളറ്റ് തകരാറിലായപ്പോൾ 10 വർഷം ഷെഡിൽ നിർത്തി കേസ് നടത്തിയാണ് ജോയ് അനുകൂല വിധി നേടിയത്. 2014 ഒക്ടോബറിൽ വാങ്ങിയ എൻഫീൽഡ് സ്റ്റാൻഡേർഡ് ബുള്ളറ്റ് കൊണ്ടുവരുമ്പോൾ തന്നെ തകരാർ കണ്ടെത്തിയിരുന്നു. ഓടിച്ചു വരുമ്പോൾ തന്നെ വണ്ടിക്ക് വൈബ്രേഷൻ അനുഭവപ്പെട്ടിരുന്നു. ഇക്കാര്യം പരാതിയായി ഉന്നയിച്ചപ്പോൾ കുറച്ച് കിലോമീറ്റർ ഓടിയാൽ ശരിയാകുമെന്ന് വിശ്വസിപ്പിച്ചു. തുടർന്ന് 1600 കിലോമീറ്ററോളം ഓടിച്ച ശേഷവും തകരാർ പരിഹരിക്കാതെ വന്നപ്പോഴാണ് ജോയ് മാതിരപ്പള്ളി രേഖകൾ സഹിതം തൃശൂർ ഉപഭോക്തൃ ഫോറത്തെ സമീപിച്ചത്. 10 വർഷത്തിന് ശേഷമാണ് CT സാബു പ്രസിഡന്റായ ജില്ലാ ഉപഭോക്തൃ തർക്കപരിഹാര കമ്മീഷൻ പരാതിക്കാരന് അനുകൂലമായ വിധി പറഞ്ഞത്. വണ്ടിയുടെ വിലയും നഷ്ടപരിഹാരവും ചെലവും സഹിതം 2,50,000 രൂപ നൽകാനാണ് വിധിയുണ്ടായത്. വണ്ടി എടുക്കുമ്പോൾ തൃശ്ശൂരിൽ നിന്ന് ഇവിടെ കൊണ്ടുവരുമ്പോൾ തന്നെ വണ്ടി ഭയങ്കര വൈബ്രേഷനാണ്. അപ്പോൾ നമ്മൾ അന്ന് തന്നെ ഷോറൂമിൽ വെച്ച് വരുമ്പോൾ കുറച്ച് ദിവസം ഓടിച്ച് കഴിയുമ്പോൾ എൻജിൻ സീറ്റിംഗ് ആകുമ്പോൾ ശരിയാവുമെന്ന് തോന്നുന്നു. അതുകൊണ്ട് നമ്മളന്ന് കോടതിയിൽ കേസ് കൊടുത്തു. കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് കോടതി വിധിയായി. വണ്ടിയുടെ വിലയും 50,000 നഷ്ടപരിഹാരം, 25,000 കേസിൻ്റെ, പിന്നെ 9% ഇൻട്രസ്റ്റും, 10 കൊല്ലത്തെ 9% ഇൻട്രസ്റ്റ്. അനുകൂല വിധിയുണ്ടായതോടെ ജോയ് തന്റെ ഇഷ്ടവാഹനമായ എൻഫീൽഡ് സ്റ്റാൻഡേർഡ് 500 ഷെഡിൽ നിന്ന് ഇറക്കി വെച്ചു. കമ്പനി വാഹനം തിരിച്ചെടുത്ത് പണം നൽകുമെന്നാണ് ജോയ് മാതിരപ്പള്ളി പ്രതീക്ഷിക്കുന്നത്. TCV ന്യൂസ്, മാള. ഹെൽത്തി കേരള പരിപാടിയുടെ ഭാഗമായി ഗുരുവായൂർ മേഖലയിൽ ആരോഗ്യവകുപ്പ് നടത്തിയ മിന്നൽ പരിശോധനയിൽ വൃത്തിഹീനമായ സാഹചര്യത്തിൽ പ്രവർത്തിച്ച 2 കട അടച്ചുപൂട്ടി. ഗുരുവായൂർ ദേവസ്വം എംപ്ലോയീസ് സഹകരണ സംഘത്തിന് കീഴിൽ ആനത്താവളത്തിനു മുന്നിൽ പ്രവർത്തിക്കുന്ന ചായക്കടയും കോട്ടപ്പടി സെന്ററിലെ പാലിയൂർ ബേക്കറി ആൻഡ് കൂൾ ബാർ എന്ന സ്ഥാപനവുമാണ് അടച്ചുപൂട്ടിയത്. വൃത്തിഹീനമായ സാഹചര്യത്തിലാണ് ചായക്കട പ്രവർത്തിച്ചിരുന്നതെന്ന് പരിശോധനയ്ക്ക് നേതൃത്വം നൽകിയ പൂക്കോട് കുടുംബാരോഗ്യ കേന്ദ്രം ഹെൽത്ത് ഇൻസ്പെക്ടർ സോണി വർഗീസ് പറഞ്ഞു. ഭൂരിഭാഗം സാധനങ്ങളും കാലാവധി കഴിഞ്ഞതായി കണ്ടെത്തിയതിനെ തുടർന്നാണ് ബേക്കറി പൂട്ടിയത്. മേഖലയിലെ നിരവധി സ്ഥാപനങ്ങളിൽ നിന്ന് പഴകിയതും ഹാനികരവുമായ ഭക്ഷണ സാധനങ്ങൾ പിടിച്ചെടുത്ത് നശിപ്പിച്ചു. ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ K അനിത, മനു GS തമ്പി, AH അസീബ്, KB ബിജിത, അനീഷ്മ ബാലൻ എന്നിവരും പരിശോധനാ സംഘത്തിൽ ഉണ്ടായിരുന്നു. ഏനാമാവ് സ്റ്റീൽ പാലത്തിന് സമീപത്തെ ഷാപ്പിൽ മദ്യപിക്കാനെത്തിയ യുവാവിനെ പുഴയിൽ കാണാതായി. പുഴയിലേക്ക് നീന്തിയ യുവാവ് താഴ്ന്നു പോവുകയായിരുന്നു. വടൂക്കര സ്വദേശി ജെറിനെയാണ് കാണാതായതെന്ന് സുഹൃത്ത് പോലീസിനോട് പറഞ്ഞു. മറ്റ് 4 പേരും അമ്മാടം സ്വദേശികളാണ്. വെൽഡിംഗ് ജോലികളും സ്റ്റേജ് നിർമ്മാണ ജോലികളും ചെയ്യുന്ന ജെറിനടക്കം 5 അംഗ സുഹൃത്ത് സംഘം ഉച്ചയ്ക്ക് ശേഷം 2 മണിയോടെയാണ് മണലൂർ കടവ് ഷാപ്പിൽ മദ്യപിക്കാനെത്തിയത്. മദ്യപിച്ച് ലക്കുകെട്ട സംഘത്തിലെ 3 പേർ തിരികെ പോയ ശേഷം ബാക്കി 2 പേർ സ്റ്റീൽ പാലം പരിസരത്ത് മദ്യലഹരിയിൽ ഇരിക്കുകയായിരുന്നുവെന്ന് ദൃക്സാക്ഷികൾ പറയുന്നു. ഇതിനിടെ ജെറിൻ പുഴയിലേക്ക് ഇറങ്ങി പുഴയുടെ മധ്യഭാഗം വരെ നീന്തിയ ശേഷം മുങ്ങിപ്പോവുകയായിരുന്നു. നാട്ടുകാർ അറിയിച്ചതിനെ തുടർന്ന് നാട്ടിക ഗുരുവായൂർ ഫയർഫോഴ്സും അന്തിക്കാട് പാവറട്ടി പോലീസും സ്ഥലത്തെത്തി തിരച്ചിൽ നടത്തിയെങ്കിലും കണ്ടെത്താൻ കഴിഞ്ഞില്ല. ബുധനാഴ്ച രാവിലെ സ്കൂബ ടീം എത്തി തിരച്ചിൽ തുടരുമെന്ന് പോലീസ് അറിയിച്ചു. നിത്യോപയോഗ സാധനങ്ങളുടെ വില വർധന. ജയിൽ ചപ്പാത്തിയുടെ വില വർദ്ധിപ്പിച്ചു. ഒരു ചപ്പാത്തിക്ക് 2 രൂപയാണ് നിലവിലെ വില. വ്യാഴാഴ്ച മുതൽ ഇത് 3 രൂപയാകും. 10 എണ്ണമുള്ള ഒരു പാക്കറ്റ് ചപ്പാത്തിക്ക് 20 നിന്ന് 30 രൂപയായി ഉയർന്നു. 10 വർഷത്തിനുള്ളിൽ ആട്ടമാവിന് കിലോവിന് 25%, പാമോയിലിന് 55% വില വർദ്ധിച്ചതായി ജയിൽ വകുപ്പിന്റെ കണക്കുകളിൽ പറയുന്നു. സ്വർണം, വെള്ളി, പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ.
സ്വർണ്ണ ഗ്രാമിന് 7040 രൂപ, പവന് 56,320 രൂപ. വെള്ളി ഗ്രാമിന് 99 രൂപ. പ്ലാറ്റിനം ഗ്രാമിന് 3218 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. പ്രധാന വാർത്തകൾ വീണ്ടും. തൃശൂർ ജില്ലയിലെ ഗ്രാമപഞ്ചായത്ത്, നഗരസഭ, കോർപ്പറേഷൻ വാർഡുകൾ പുനർവിഭജിച്ചുകൊണ്ടുള്ള കരട് വിജ്ഞാപനം ഇറങ്ങി. തൃശൂർ കോർപ്പറേഷനിൽ ഒരു ഡിവിഷൻ കൂടി. വാർഡ് പുനർനിർണയത്തിൽ CPM രാഷ്ട്രീയം കളിക്കുകയാണെന്ന് BJP ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് KK അനീഷ് കുമാർ. തൃശൂർ തൃപ്രയാർ, ഇരിങ്ങാലക്കുട, കൊടുങ്ങല്ലൂർ റൂട്ടിലോടുന്ന സ്വകാര്യ ബസ്സുകളുടെ പണിമുടക്ക് പിൻവലിച്ചു. ജില്ലാ കളക്ടറുമായി നടത്തിയ ചർച്ചയെ തുടർന്നാണ് പണിമുടക്ക് പിൻവലിച്ചത്. തിരുവല്ലാമലയിൽ ഓട്ടോറിക്ഷ മറിഞ്ഞ് 4ാം ക്ലാസ് വിദ്യാർത്ഥിനി മരിച്ചു. പാറമേൽപ്പടി സ്വദേശിനി നേഹയാണ് മരിച്ചത്. ഇരിങ്ങാലക്കുട ചേലൂരിൽ ഇരുചക്ര വാഹനങ്ങൾ കൂട്ടിയിടിച്ച് 2 പേർ മരിച്ചു. പാറമ്പാടത്ത് അയ്യപ്പ ഭക്തർ സഞ്ചരിച്ച മിനി ബസ് നിയന്ത്രണം വിട്ട് മറിഞ്ഞ് 2 പേർക്ക് പരിക്ക്. പറപ്പൂക്കരയിൽ KLDC കനാൽ ശുചീകരണത്തിനെത്തിയവർ തെങ്ങിന്റെ പട്ടകൾ വെട്ടി നശിപ്പിച്ചു. ബണ്ടിന് സംരക്ഷണം നൽകാൻ വെച്ച 200ഓളം ഹൈബ്രിഡ് തെങ്ങുകളുടെ പട്ടകളാണ് വെട്ടിമാറ്റിയത്. എളവള്ളിയിലും കുന്നംകുളത്തും കടന്നൽ ആക്രമണത്തിൽ 12 പേർക്ക് പരിക്കേറ്റു. ഒരാളുടെ നില ഗുരുതരം. തൃശൂർ പൂരം കലക്കലിൽ കൊച്ചിൻ ദേവസ്വം ബോർഡ് ഹൈക്കോടതി റിപ്പോർട്ട് സമർപ്പിച്ചു. തിരുവമ്പാടിക്കും പോലീസിനും റിപ്പോർട്ടിൽ വിമർശനം. പൂരം നടത്തിപ്പിന് ഉന്നതാധികാര സമിതി വേണമെന്ന് കൊച്ചിൻ ദേവസ്വം ബോർഡ്. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.